ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരീരത്തിന് വളരെയധികം ഗുണമുള്ളതും വെറൈറ്റിയുമായിട്ടുള്ള ഒരു കറി നമുക്കിന്നുണ്ടാക്കാം. കേലാക്കി സബ്ജി. അതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5 പച്ചക്കായ എടുത്തിട്ടുണ്ട്, 3 പഴുത്ത തക്കാളി, ഒരു സ്പ്രിംഗ് ഓണിയൻ. നമുക്ക് ഇനി ഈ പച്ചക്കായ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ ഇരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ടൊമാറ്റോ നമുക്കൊന്ന് അരച്ചെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആ ചെറുതായിട്ട് അരിഞ്ഞ കായ, കടലമാവ്, മല്ലി, കുരുമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ഗരം മസാല, ടൊമാറ്റോ അരച്ചത്, സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആ കടലമാവ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ആ മല്ലി അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും സാധനം, ഈ 4 കൂട്ടം സാധനം നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ആ മസാല എല്ലാം കൂടെ ഞാൻ കുഴമ്പ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് കായുടെ പുറത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ മീൻ വറക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള മസാലയാണല്ലോ നമ്മൾ അരച്ച് ചേർക്കുന്നത്. അതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് സ്വല്പ നേരം ഒന്ന് വെച്ചേക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കായ അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ സ്വല്പം എണ്ണ മതി, കൂടുതൽ എണ്ണയൊന്നും വേണ്ട. നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കായ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ എണ്ണ തെറിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ തീരെ കുറച്ച് എണ്ണ ഉള്ളല്ലോ അതിൽ. അപ്പോഴും നമ്മൾ വളരെ താത്താണ് കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തീ വളരെയധികം കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ആ മസാല കരിഞ്ഞു പോകും, കായുടെ അകം വേവത്തുമില്ല. അതുകൊണ്ട് തീ വളരെയധികം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ആ പാൻ കയ്യിലെടുത്ത് നമുക്ക് ആ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അത് ആ എണ്ണ ആ കായുടെ എല്ലാ വശവും പറ്റാനായിട്ട് നമ്മളതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ വറക്കുന്ന മണം വരുന്നുണ്ട് ഇതിന്. ഞാനതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ വശവും നമുക്ക് ഇതുപോലെ മുരിയുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. മീൻ വറുത്തതിൻ്റെ മണവും കൊണ്ട് കണ്ടിട്ട് മീൻ വറുത്തതുപോലെ തന്നെ അതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ കായ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ആ കാ വറുത്ത് വെച്ചിരുന്ന ആ എണ്ണയിൽ തന്നെ നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്ക് നമുക്ക് അതിൽ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം.
നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോയും ആ സ്പ്രിങ് ഓണിയനും ഞാൻ അതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ കായൽ തേക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ മസാല ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്വല്പം വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ആ കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ പാകമായിട്ടുണ്ട്. മല്ലിയിലയിട്ട് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ കേലാക്കി സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളതാണ്. നല്ല ശരീരത്തിന് വളരെയധികം ഗുണമുള്ളതുമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക്സ്.